ഇന്നിപ്പോൾ ഒരു സൺഡേ ആണ്. ഇപ്പോൾ സമയം ഇവിടെ രാവിലെ ഒരു 8 ആയിട്ടുള്ളൂ. ഈ ഒരു സമയത്ത് ഇങ്ങനെ റെഡി ആയി നിൽക്കുമ്പോൾ അറിയാമല്ലോ ഇന്ന് കാര്യമായിട്ട് എവിടെയോ പോകണുണ്ടെന്ന്. അതെ, ഇന്നിപ്പോൾ ഒരു സ്ഥലത്ത് പോകണുണ്ട്. അപ്പം ഇന്ന് എവിടേക്കാണ് പോണേന്നാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ കാണിക്കുന്നത്. ചേട്ടനപ്പോൾ അതേ പോകാൻ വേണ്ടിയിട്ടുള്ള മാപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ നിൽക്കണ വില്ലയുടെ റോഡ് സൈഡ് ഉണ്ടല്ലോ, അത് ഇങ്ങനെയാണ്. ഞങ്ങൾ നിൽക്കണ വില്ലയുടെ ഓപ്പോസിറ്റ് തന്നെയുള്ളത് ഇത് ഇവിടെ അറബികളാട്ടോ താമസിക്കണേ. അപ്പോൾ ഇവിടുത്തെ മരങ്ങൾ കണ്ടില്ലേ, ഫ്രണ്ടിൽ എൻ്റെ മാവുണ്ട്. അപ്പോൾ ഒരു സമയത്ത് നിറച്ച് മാങ്ങയായിരുന്നു കേട്ടോ. തൊട്ടപ്പുറത്തതേ മൾബറി ഉണ്ട്, അതുപോലെ സപ്പോട്ടയും ഞാവൽപ്പഴമൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയത് എന്താണെന്ന് വിചാരിച്ചാൽ ഞങ്ങളുടെ റൂം പെയിൻറ്റിങ് ആണ് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഞായറാഴ്ച രാവിലെ തന്നെ എത്തും. അപ്പോൾ ഒരു കറക്റ്റ് സമയത്ത് അവർ വന്നു. അപ്പോൾ എന്നെ ഞങ്ങൾ റെഡി ആയി നിൽക്കണ്ടായിരുന്നു. പിന്നെ വേഗം ഇറങ്ങി. പിന്നെ നിങ്ങൾ എന്തായാലും ഒഴിഞ്ഞിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാത്രി ആകുമ്പോഴേക്കും അവർ ഫുൾ പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി ഇടും. ഇപ്പോൾ ആദ്യം തന്നെ പോണത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ വിസ റിവ്യൂ ചെയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിനി പുതിയ ID എടുക്കണമെങ്കിൽ എനിക്ക് പുതിയ ഫോട്ടോ വേണം. ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി മെഡിക്കലുണ്ട് കേട്ടോ, അത് വേറെ ദിവസമാണ്. അപ്പോൾ ഞാൻ ഈ രാവിലെ തന്നെ പോരുമ്പോൾ ഒരു ചെപ്പിൽ വെച്ചതാണ് കേട്ടോ അനാറ്. അപ്പോൾ അതൊക്കെ എടുത്ത് കഴിക്കുകയാണ്. ഇതുപോലെ ഞാൻ ഇങ്ങനെ പോരുമ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കും. വെള്ളം എന്തായാലും വെക്കും. പിന്നെ ഇതുപോലെ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി വെക്കും. ചേട്ടനാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവർ ഓഫീസിലേക്ക് വന്ന് പോകേണ്ടി വന്നു. അപ്പോൾ ആ വഴി വന്നു കേട്ടോ. ഞാനിവിടെ കാറിൽ തന്നെ ഇരുന്നു. ചേട്ടൻ പോയിട്ട് വേഗം തിരിച്ചെത്തും. ഇനിയപ്പോൾ പോണത് ചായ എന്തെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ കടയിലെത്തി ആയി തന്നെ അതേ ചായ ആട്ട കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ക്രോസൻ്റ് കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ സെൽഫി എടുക്കുന്നത് കണ്ടിട്ട് അവർ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തു തന്നു. ഇന്നിപ്പോൾ ഈ ചായയും ക്രോസൻ്റൊക്കെ കഴിക്കുന്നത് എഡ്നോക്കിൻ്റെ പെട്രോൾ പമ്പിൽ നിന്നാണ്. എഡ്നോക്കിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ അടിക്കുന്നതിനനുസരിച്ചിട്ട് അതിൽ പോയിൻ്റ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലൊക്കെ ആവശ്യം വരും ഇതുപോലെ വന്ന് ചായയും ക്രോസൻ്റൊക്കെ നമ്മളത് കാണിച്ചു കൊടുത്ത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അതുപോലെ അതാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയുള്ളവരാണെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചോ. ആ ആപ്പൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഉപകാരപ്പെടുമല്ലോ.
ഇവിടുന്ന് അപ്പോൾ അതേ ചായയൊക്കെ കുടിച്ച് ഇറങ്ങിയപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ. സമയം ഇപ്പോൾ ഒരു 11 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അബുദാബിയിലേക്ക് പോകാനാണ് പ്ലാൻ. അപ്പോൾ യാസറിനെ വിളിച്ച് നോക്കിയപ്പോൾ യാസറിന് ജോലിയുണ്ട്, 3 മണിയൊക്കെ ആവും കേട്ടോ യാസർ ഫ്രീ ആകുമ്പോൾ. അപ്പോൾ അത് ഞങ്ങൾക്ക് വേറെ പിന്നെ എവിടേക്കാണ് പോവുക. അപ്പോൾ എന്തായാലും അബുദാബിക്ക് തന്നെ പോവുക, അങ്ങനെയാണ് പ്ലാൻ. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. അബുദാബിക്കൊക്കെ പോകുമ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല കേട്ടോ. 2 സൈഡിൽ ഫുള്ള് മരുഭൂമിയാണ്. പിന്നെ അത് ഇതുപോലെ ഇങ്ങനെ ട്രക്കുകളൊക്കെ പോകുന്ന കാണാം കേട്ടോ, ഒരു ട്രക്കിൽ കൂടെ. ഇടയ്ക്കൊക്കെ നമുക്ക് ഒരേ ഒട്ടകങ്ങളെയൊക്കെ കാണാം. രാത്രിയൊക്കെ ആണെങ്കിൽ നല്ല ബോറടി ആയിരിക്കും കേട്ടോ. പകലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നോക്കിയിരിക്കുക. പിന്നെ കുറേ പോയി ആ സൈലൻറ്റിൻ്റെ ഭാഗത്ത് എത്തിയപ്പോഴാട്ടോ അതേ ബീച്ച് കാണുന്നത്. പിന്നെ നമുക്ക് സിനിമ വിട്ടിട്ട് വേറൊരു പരിപാടി ഇല്ലല്ലോ, അതുകൊണ്ട് ഇതേ സിനിമ കാണാൻ തന്നെയാണ് കേട്ടോ പ്ലാൻ. അപ്പോൾ ഇവിടെ വന്നേക്കുന്നത് ഇവിടുത്തെ ഒരു സ്റ്റാർ സിനിമാസിലാണ്. ഇന്നിപ്പോൾ കാണാൻ പോണത് മുറ സിനിമയാണ്. ഒരു 2 മണിക്കൂറിൻ്റെ സിനിമയാണെങ്കിൽ കറക്റ്റ് ഒരു 3 മണിയൊക്കെ കഴിയും കേട്ടോ സിനിമ കഴിയുമ്പോൾ. അപ്പോൾ നേരെ യാസറിൻ്റെ അവിടേക്ക് പോവുക, അങ്ങനെയാണ് പ്ലാൻ. അപ്പോൾ ആ ഒരു ടൈം കറക്റ്റ് ആവുമല്ലോ. അപ്പോൾ കണ്ടില്ലേ, ഒരു നാട്ടിലെ തിയേറ്ററൊക്കെ പോലെ ഉണ്ട്. ഞങ്ങളകത്തേക്ക് കയറുമ്പോൾ അതേ ഇവിടെ ആരുമില്ല കേട്ടോ. അതാണ് ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എടുത്തത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഭയങ്കര ചമ്മലാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 4-5 പേരൊക്കെ വന്നു. പിന്നെ ഈ ഒരു മുറ എന്ന് പറയുന്ന സിനിമ അടിപൊളിയാണ് കേട്ടോ. നിങ്ങളിനി തിയേറ്ററിൽ പോയി കാണാത്തവരാണെങ്കിൽ കണ്ടോളൂ, നല്ല സിനിമയാണ്. അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞിറങ്ങിയിട്ട് പിന്നെ ഇനി അടുത്തതെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാൻ പോകലാണ്. അങ്ങനെ ദേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റ് തന്നെയുള്ള റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുണ്ട്.
ഇവിടെ വന്നിട്ട് നോക്കുമ്പോൾ മെനുവിലാണെങ്കിൽ ഐറ്റംസ് കുറേ ഉണ്ട്. പക്ഷേ ചോദിക്കണ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. കാരണം ഒരു 3 മണി 3:30 ആ ഒരു സമയമായിട്ടല്ലോ. അപ്പോൾ പിന്നെ ആകെ ബിരിയാണി മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ രക്ഷയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ബിരിയാണി തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തൊട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് എൻ്റെ ഫോൺ ഈ സമയമായപ്പോഴേക്കും ചാർജൊക്കെ പോയി ഓഫായിട്ടോ. ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ചേട്ടൻ്റെ ഫോണിലാണെങ്കിൽ തിരിച്ചു പോകുമ്പോൾ ചേട്ടന് ഫോൺ കൊടുക്കും. മാപ്പൊക്കെ ഇടണ്ടേ. അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടാവില്ലേ ഞാൻ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്ന. അപ്പോൾ ഇനി യാസറിൻ്റെ അവിടെ എത്തി ഫോണൊക്കെ ചാർജ് ചെയ്തിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. യാസറിൻ്റെ ആയിഷയുടെ റൂമിലെത്തിയിട്ടുണ്ട്. ഞങ്ങളാണ് ഇത്രയും പെട്ടെന്ന് ഇവിടെ എത്തുന്നവർ വിചാരിച്ചില്ല കേട്ടോ. യാസറൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ കഴിക്കണ നേരമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ കാറിൽ വെയിറ്റ് ചെയ്തിട്ടാ കേട്ടോ. പിന്നെ അതേ ഇപ്പോൾ റൂമിലേക്ക് വന്ന് ചേട്ടനും യാസറും കൂടി എന്തോ ചായക്ക് സ്നാക്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആയിഷതേ കിച്ചണിൽ ചായ ഒക്കെ ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. എൻ്റെ സൈഡ് കാണിക്കുമോ ടീച്ചർ? എൻ്റെ യൂട്യൂബിൽ ഒക്കെ കാണിക്കാൻ സമ്മതിക്കില്ല. ഇതാണ് കേട്ടോ അപ്പോൾ യാസറിൻ്റെ വൈഫ് ഐഷ. നിങ്ങൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തു തുടങ്ങിയപ്പോൾ എൻ്റെ ഐഷ അയ്യോ എൻ്റെ കിച്ചണൊന്നും നീറ്റല്ല, ഇവിടെ ഒന്നും എടുക്കണ്ടെന്നാട്ടോ പറഞ്ഞത്. ഞാനപ്പോൾ ഇങ്ങനെ അവിടെ നിന്നൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് കൂടുതൽ ഭാഗമൊന്നും കാണിക്കില്ല, എടി കുഴപ്പമൊന്നുമില്ല നീറ്റൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് അവർക്കിങ്ങനെ ഇഷ്ടമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. പക്ഷെ ഇങ്ങനെ കൂടുതൽ മുഖം കാണിക്കുന്നത് ഇപ്പോൾ ചിലവർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ലല്ലോ. ആ ഒരു പ്രശ്നമുള്ളൂ. അപ്പോൾ അവളത് അവിടെ ചായയൊക്കെ വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സമയം ഒരു 5:30 ആയിട്ടുണ്ട്. ആ സമയത്താട്ടോ പുറത്തുനിന്ന് പിള്ളേരെ സൗണ്ട് കേട്ടത്. ഇതാണ് കേട്ടോ ഐഷയൊക്കെ നിൽക്കണ വില്ല. പെട്ടെന്ന് ചൂടാണത്. പിന്നെ ചായ വെച്ച് ഞങ്ങൾ സംസാരത്തിൻ്റെ ഇടയിൽ കുറച്ച് തിളച്ചും പോയി. ഇൻഡക്ഷൻ കുക്കർ നമ്മൾ കുറച്ചിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ഞാനൊക്കെ ആണെങ്കിൽ പിന്നെ ഇതിൻ്റെ മെയിൻ ആളാണ് കേട്ടോ. ചായയും പാലൊക്കെ വയ്ക്കുമ്പോൾ കുറച്ചൊക്കെ എന്തെങ്കിലും കണ്ടു തെറ്റി കഴിഞ്ഞാൽ തിളച്ചു പോവും. ഇന്ന് രാവിലെയും കൂടി വരുമ്പോൾ കുറച്ച് ചായ തിളച്ചു പോയുള്ളൂ. ഇതൊക്കെ സാധാരണ എല്ലാവർക്കും ഇങ്ങനെ കിച്ചണിൽ നിൽക്കുമ്പോൾ പറ്റണ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണല്ലോ. ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ അപ്പോൾ ഇവിടെ സിനിമയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കൊട്ടാര വീട്ടിൽ അപ്പുട്ടൊക്കെ വെച്ചിട്ടുണ്ട്. കുറേ പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ള സിനിമയാണ് കേട്ടോ. എന്നാലും പിന്നെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ കാണുമ്പോൾ രസമല്ലേ. അതും ടി വിയിൽ ഇങ്ങനെ കാണുമ്പോൾ മിക്കപ്പോഴും ഫോണിലൊക്കെ അല്ലേ കാണുക. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ സിനിമയൊക്കെ കണ്ട് സംസാരിച്ചിരുന്നു. ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ അവരൊക്കെ റെഡിയായി ഞങ്ങൾ അതേ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി എവിടേക്കാണ് പോകണത് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ.
ഇപ്പം ഈ കാണുന്നതാണ് കേട്ടോ അബുദാബിയിലെ ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്ക്. ഇതിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ കാണുന്നതല്ലാണ്ട് ഇതുവരെ അങ്ങനെ അകത്ത് കയറി കണ്ടിട്ടില്ല. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ പോകണമെന്ന്. അപ്പോൾ ഇനി ഒരു ദിവസം എന്തായാലും പോകുന്നുണ്ട്. അപ്പോൾ പോകുമ്പോൾ എന്തായാലും എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു തരാം. ഇന്നിപ്പോൾ വന്നേക്കത്തെ ഇവിടെയുള്ള ഒരു പാർക്കിലേക്കാണ്. അപ്പോൾ അബുദാബിയിലെ മിക്ക സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതുപോലെ എന്തെങ്കിലും ബീച്ച് പാർക്കൊക്കെ തന്നെയുള്ളൂ. കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നു കഴിഞ്ഞപ്പോഴാട്ടോ ഒരു മരം കണ്ടത്. ആണെങ്കിൽ മരം നിറച്ച് പൂവുണ്ട്. കാണുമ്പോൾ ഒരു മുല്ലപ്പൂ പോലെ തോന്നും, പക്ഷേ സംഭവം മുല്ലപ്പൂ അല്ല, ഒരു നീളത്തിലുള്ളൊരു പൂവാണ് കേട്ടോ. ചെറിയൊരു മണമുണ്ട്. ഇവിടുത്തെ പാർക്കിൽ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് ഈ ഒരു ബീച്ച് സൈഡിലുള്ള ഒരു പാർക്കിലേക്കാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അത് ഈ ഒരു റിഫ്ലെക്സോളജി പാത്വേ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫുൾ ബോഡിക്ക് നല്ലതാണ് ഇത് ഈ ഒരു സ്റ്റോണുമ്മ കൂടെ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ എന്തായാലും കുറച്ചൊന്ന് നടന്നു നോക്കുക. തൊട്ടപ്പുറത്ത് ബീച്ച് ആയതുകൊണ്ട് അതിൽ സ്പീഡ് ബോട്ട് പോകണ സൗണ്ട് ആട്ടോ ഇങ്ങനെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടോണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നും പിന്നെ അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചെരുപ്പ് ഊരിയിട്ടിട്ട് വേണം കേട്ടോ നടക്കാൻ. സോക്സ് ഊരിയില്ലെങ്കിലും കുഴപ്പമില്ല. ചേട്ടൻ സോക്സ് ഇട്ടാണ് നടന്നത്. ഞങ്ങളൊക്കെ ഇങ്ങനെ ചെരുപ്പ് ഊരിയിട്ട് നടന്നു. അപ്പോൾ ചില സ്ഥലത്തെത്തുമ്പോൾ നല്ല വേദനയുണ്ട് കേട്ടോ കാല്. പിന്നെ ഒരു റൗണ്ട് ഫുള്ള് ഇങ്ങനെ നടന്നു വരണം. ഒരു റൗണ്ട് നടന്ന് വന്ന് പിന്നെ നല്ലതല്ല ഇങ്ങനെ നടക്കുന്നത്. അതുകൊണ്ട് ഇവരിതേ സെക്കൻഡ് റൗണ്ട് പോകുന്നുണ്ട്. ഇവർ നടക്കുന്നത് എന്തായാലും വീഡിയോ എടുക്കുക. അപ്പോൾ ഞാനും പിന്നെ ബാക്കി കൂടെ അങ്ങോട്ട് പോവാണ്. ഇതിൽ കൂടെ നടക്കുമ്പോൾ നല്ല വേദനയുണ്ട് കേട്ടോ കാല്. ചേട്ടൻ സോക്സ് ഇട്ടിട്ടാണ്. അപ്പോൾ നടക്കുമ്പോൾ ഒരു മുഖത്ത് എക്സ്പ്രഷൻ കാണാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ പോയിട്ടേക്ക് വീഡിയോ എടുക്കണമെന്നുണ്ട്. പക്ഷെ എനിക്ക് ഓടാനും പറ്റണില്ല കേട്ടോ ഈ കല്ലുമ്മ കൂടെ. അപ്പോൾ ഞാൻ ഈ സൈഡിൽ കൂടെ പോയിട്ട് ആണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഇഷ്ടമായി എൻ്റെ കുട്ടിക്ക്.
ഇപ്പോൾ സമയം ഒരു 9 മണി ആയിട്ടുണ്ട്. പിന്നെ ഈ 2 ബെഞ്ച് കിട്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ അതുമ്പോൾ ഇരുന്ന് കുറേ നേരം പിന്നെ ഒന്ന് സംസാരിച്ച്. ഫ്രണ്ടിൽ ഇതേ ബീച്ച്, ഇടയ്ക്ക് ഇതേ സ്പീഡ് ബോട്ടൊക്കെ പോകുന്നുണ്ട്. പത്തര വരെ അവിടെ ഇരുന്ന് സംസാരിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഇനി ഞങ്ങൾക്ക് ദുബായിക്ക് എത്തണമല്ലോ ഫുഡൊക്കെ കഴിച്ചിട്ട്. അങ്ങനെ അതേ ഫുഡ് കഴിക്കാൻ വേണ്ടി ഗുഡ് ബർഗർ എന്ന് പറഞ്ഞ കടയ്ക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ദേ ഇവിടെ വന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ പിന്നെ പുറത്ത് ഡൈനിങ്ങിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ ചെറുതായി വിൻ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട്, മുൻപൊക്കെ ആണെങ്കിൽ നല്ല ചൂടാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ ആ ഒരു പ്രശ്നമില്ല. അതല്ല ഫുഡിന്റെ വീഡിയോസ് കാണാറില്ല. ഈ ഫുഡ് ഈ സ്പോട്ടിൽ നല്ലതാണ്. ഇവിടെ ബ്രാഞ്ച് തുടങ്ങിയിട്ട് അധികമായിട്ടില്ല. ശേഷം തുടങ്ങിയ അപ്പുറത്ത് അപ്പുറത്ത് വേറെ സെറ്റപ്പ് തുടങ്ങി. പക്ഷെ അത് കൂട്ടി ഫുഡൊക്കെ കഴിച്ചിറങ്ങി ഐഷാനി യാസറിനെ തിരിച്ചവരെ റൂമിൻ്റെ അവിടെ ആക്കാൻ വേണ്ടി ഇത് അവരുടെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അവരവിടെ ഇറക്കി പിന്നെ സംസാരിക്കാനൊന്നും നിന്നില്ല. ഇപ്പം തന്നെ സമയം ഒരു 12 മണി ആയിട്ടുണ്ട്. ഇപ്പം ഇറങ്ങിയാലാണ് കേട്ടോ ഞങ്ങളൊരു 1:45 ആകുമ്പോഴേക്കും ദുബായിലെത്തുള്ളൂ. കണ്ടില്ലേ ഈ പോണ വഴിക്കൊക്കെ ഫുള്ള് ഇങ്ങനെ ഒരു മഞ്ഞ് പോലെ. ഇപ്പം തണവായില്ലോ, അപ്പം അതിൻ്റെയാണ്. വില്ലയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി അകത്ത് പോയിട്ട് നോക്കാം കേട്ടോ റൂമിൻ്റെ കോലൊക്കെ എന്താന്ന്. രാവിലെ 8:30 പോയതല്ലേ, ഇപ്പം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചേട്ടൻ കണ്ടില്ലേ തിരക്കടിച്ച് പോകണുണ്ട് എന്തായെന്ന് അറിയാൻ വേണ്ടി. റൂമൊക്കെ പെയിൻറ്റ് ചെയ്ത് അടിപൊളിയായിട്ടുണ്ട്. ഇത് ഈ ഒരു ഭാഗത്തായിരുന്നു കേട്ടോ ചെറിയൊരു പാടൊക്കെ ഉണ്ടായത്. ഇങ്ങനെ ചുറ്റും ആ ഒരു പാട് തന്നെ ഉണ്ടായിരുന്നു. മുകളിൽ എവിടെയോ റൂമുകളിൽ വെള്ളം ലീക്കായിട്ട് അതിങ്ങോട്ട് നനവ് വന്നിട്ടായിരുന്നു കേട്ടോ ഒരു പാടുണ്ടായത്. ഇപ്പോൾ അതേ ഫുള്ള് പെയിൻറ്റ് ചെയ്ത് അവർ റെഡി ആക്കിയിട്ടുണ്ട്.
ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് പെയിൻറ്റ് ഇങ്ങനെ നന്നായിട്ട് അടർന്നു പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വെറുതെ ഫുള്ള് പെയിൻറ്റ് ചെയ്തെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് വിചാരിച്ചാൽ ഞാൻ എടുത്തു വെച്ചേക്കണ സാധനങ്ങളൊക്കെ പഴയതുപോലെ തന്നെയൊക്കെ എടുത്തു വെക്കണം. കുറച്ചൊക്കെ അത് ഇതുപോലെ കാർട്ടൂണിലാക്കിയിട്ട് എടുത്തു വെച്ചു കേട്ടോ. പെയിൻറ്റിൻ്റെ ഒക്കെ നല്ല മണമുണ്ട്. പിന്നെ ഫുൾ എയർ ഫ്രഷ്നറൊക്കെ അടിച്ച് റൂമൊക്കെ തുടച്ച് റെഡിയാക്കി എടുക്കണം. റൂമിൻ്റെയൊക്കെ കോലം കണ്ടില്ലേ, പിന്നെ ഇതൊക്കെ റെഡിയാക്കണം. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഈ ഒരു ഫുൾ ഡേയിലെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഡിയേഴ്സ്.